നമുക്കിന്ന് പേപ്പർ സ്റ്റാമ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി വീഡിയോ കണ്ട പോലെ ഒരു പേപ്പർ പീസ് എടുത്ത് ഒന്ന് റോൾ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ക്യാപ്പിന് വേണ്ടി അതിൻ്റെ ടോപ്പിലൂടെ സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് പേപ്പർ റോൾ ചെയ്ത് അതും ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ക്യാപ്പിൻ്റെ ഒരു സൈഡ് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്ത് വേറൊരു പേപ്പറിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അത് ട്രൈ ആയി കഴിയുമ്പോൾ ആ ഒരു സർക്കിൾ ഷേപ്പിലേക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടും. അതേ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ പീസ് ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ സ്റ്റാമ്പിന് വേണ്ടിയുള്ളതാണ്. അപ്പം വേറൊന്നല്ല, ഇതുപോലെ സ്പോഞ്ചിൻ്റെ മെറ്റീരിയൽ എടുത്ത് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് വരച്ചാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഹാർട്ടാണ് വരച്ചത്, പക്ഷേ കട്ട് ചെയ്തെടുപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് മാറി. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ടോപ്പിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ആ സ്പോഞ്ചിൻ്റെ ടോപ്പിലേക്ക് ഒരു പെയിൻറ്റോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ വെച്ചൊന്ന് കളറാക്കി കൊടുക്കുക. എന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ പേപ്പറിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.